CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് കോൺഗ്രസിന്റെ DNA എന്നും സംസ്ഥാന അധ്യക്ഷൻ. ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് ഇൻഫ്ലുവൻസറും റിയാലിറ്റി ഷോ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ മാപ്പ് ചോദിച്ചത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ. പരാതികൾക്കും വാർത്തകൾക്കുമൊടുവിൽ റോഡ് ടാറിംഗ് പൂർത്തിയായ സംസ്ഥാനപാത പാറേമ്പാടത്ത് ജലവിതരണ പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത് ടാറിംഗ് നടത്തി മണിക്കൂറുകൾക്കകം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ശക്തം. വോട്ട് ചേർക്കൽ വിവാദത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണനെ തള്ളി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി തൊട്ടിൽകെട്ടി പ്രതിഷേധിച്ചു. പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി ചാവക്കാട് നഗരസഭ. മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് 10,000 രൂപ പിഴ ചുമത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി കളഭം പാക്ക് ചെയ്യുന്ന ഉപകരണം സമർപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയായ വൈദ്യനാഥനാണ് ഉപകരണം സമർപ്പിച്ചത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും ഗണേശ സംഗീതോത്സവവും ആഗസ്റ്റ് 26, 27 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി കൊപ്പറമ്പത്ത് ചന്ദ്രന്റെ മകൻ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ തരിശുരഹിത ഗ്രാമമാക്കാൻ തെരഞ്ഞെടുത്ത എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. 1-ാം വാർഡിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കമായത്. INTUC കുന്നംകുളം ഫിഷ് മാർക്കറ്റ് യൂണിയന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. തിരുനബിയുടെ 1500ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് ഗ്രൗണ്ടിൽ 15 പതാകകൾ ഉയർത്തി. കുന്നംകുളം വൈസ്മെൻ ഇന്റർനാഷണൽ റോയൽസിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി സമ്മാനിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. കണ്ടാണശ്ശേരിയെ മധുരമൂർന്ന ഇഷ്ലുകളാൽ മയക്കി ഗസൽ സന്ധ്യ. കണ്ടാണശ്ശേരിയുടെ പാട്ടുകൂട്ടായ്മയായ മാക്കിന്റെ നേതൃത്വത്തിലാണ് ഗസൽ സന്ധ്യ അരങ്ങേറിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രസതന്ത്ര വിഭാഗം അസോസിയേഷൻ ഉദ്ഘാടനവും പൂർവാധ്യാപിക അനധ്യാപിക വിദ്യാർത്ഥി സംഗമവും നടത്തി. എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിയന്നൂരിൽ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ ബനാന ഹബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. 69ാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക്സിൽ റിലേയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് റയാനെ CPM മുതുവട്ടൂർ വെസ്റ്റ് ബ്രാഞ്ച് ആദരിച്ചു. നിർധനരായ സഹജീവികൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ VHSC വിദ്യാർത്ഥികൾ ഇത്തവണയും പേര് ചലഞ്ച് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് മലയാള വിഭാഗം ഫോക്ലോർ ദിനാചരണവും ഫോക്ലോർ ക്ലബിന്റെ ഈ വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനവും നടത്തി. പൂരത്തിന്റെയും ഓണത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് ആണ്ടിക്കളിയും പാട്ടുമായി എത്തുന്ന വെസ്റ്റ് മങ്ങാട് ഉന്നതിയിലെ ജയൻ പാണാസിനെ ഫോക്ലോർ ദിനത്തിൽ നന്മ കുന്നംകുളത്തിന്റെ പഴഞ്ഞി യൂണിറ്റ് ആദരിച്ചു. കാട്ടകാമ്പാൽ സേവാഭാരതിയുടെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തനിർണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.